ഹായ് ലവ്, ഒയേഷി. നിങ്ങളെപ്പോഴെങ്കിലും മിറർ നോക്കിയിട്ട് എന്നെ കാണാൻ ടയേർഡായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഡാർക്ക് സർക്കിൾസ് കാരണം എന്നെ കാണാൻ അത്ര ഭംഗിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഡാർക്ക് സർക്കിൾസ് നിങ്ങൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഐ വാണ്ട് യു ടു സ്റ്റേ ഹിയർ വിത്ത് മീ ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. ഓക്കെ. ഡാർക്ക് സർക്കിൾസ് എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത് പറയുന്നതിന് മുന്നേ നമ്മളെ തന്നെ എങ്ങനെയാണ് കാണണതെന്ന് എനിക്ക് പറയണം തോന്നി. ഫസ്റ്റ് ഓഫ് ഓൾ, ഡാർക്ക് സർക്കിൾസ് എന്നുള്ളത് കംപ്ലീറ്റ്ലി നോർമലായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഡാർക്ക് സർക്കിൾസ് ഉണ്ടാകുന്നത് ഇൻ്റർനെറ്റ്, ഈ സോഷ്യൽ മീഡിയ ഒക്കെ നിങ്ങളെ ചിലപ്പം ഡാർക്ക് സർക്കിൾസ് ഉണ്ടാകുന്നത് നിങ്ങൾ മര്യാദയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ടാണ്, നിങ്ങൾ മര്യാദയ്ക്ക് നിങ്ങൾ ടേക്ക് കെയർ ചെയ്യാത്തതുകൊണ്ടാണ് എന്നൊക്കെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഡാർക്ക് സർക്കിൾസ് എന്നുള്ളത് ഉറങ്ങാത്തതുകൊണ്ട് മാത്രം വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കുറേ നേരം ഫോൺ നോക്കുന്നതുകൊണ്ട് മാത്രം വരുന്നൊരു സാധനം അല്ല. ജെനറ്റിക്സ്, ഏജിങ്, ലാക്ക് ഓഫ് സ്ലീപ്പ്, അലർജി, ഐ റബ്ബിങ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ബ്ലഡ് വെസൽസ്, തിൻ സ്കിൻ, വോളിയം ലോസ്, ഫേഷ്യൽ അനാട്ടമി, ലൈഫ് സ്റ്റൈൽ, ന്യൂട്രീഷൻ, മെഡിക്കൽ കണ്ടീഷൻ, ഹോർമോൺസ്, സൺ എക്സ്പോഷർ, സ്മോക്കിംഗ്, സ്ട്രെസ്, ഇത്രയും കാര്യങ്ങൾ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അത് ഉറങ്ങാത്തതുകൊണ്ട് മാത്രമാണ് വരുന്നത്, അല്ലെങ്കിൽ ഫോൺ നോക്കുന്നതുകൊണ്ട് മാത്രമാണ് വരുന്നതെന്ന് പറയാൻ പറ്റുക? അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് ഡാർക്ക് സർക്കിൾസിനെ കുറിച്ച് സംസാരിക്കാം. ഫസ്റ്റ് വൺ ആണ് പിഗ്മെൻറ്റഡ് ഡാർക്ക് സർക്കിൾസ്. ഇതൊരു ബ്രൗൺ, ഗ്രേ, ബ്ലാക്ക് അങ്ങനത്തെ കളറിലൊക്കെ ആയിരിക്കും അപ്പിയർ ചെയ്യാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ റീസണാണ് ജെനറ്റിക്സ്. അതുപോലെ തന്നെ നിങ്ങൾ ഡാർക്കർ സ്കിൻ ടോൺ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. എൻ്റെ സിസ്റ്ററിനൊക്കെ ഉണ്ട്. അവൾക്കൊരു ഡീപ്പ് ഡസ്കി സ്കിൻ ടോണാണ് അവൾക്കുണ്ട്. ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ കാരണമുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് വെച്ചാൽ എക്സസ് മെലാനിനാണ് റീസൺ. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ മെലാനിന് കുറക്കണം. ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇത് ഓരോ ടൈപ്പും പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റിലേക്ക് വരാം. ഓക്കെ. നമ്മൾ പിഗ്മെൻറ്റഡ് ഡാർക്ക് സർക്കിൾസിൻ്റെ ഒരു റീസൺ സൺ എക്സ്പോഷറാണ്. പിന്നെയുള്ളതാണ് വെസ്കുലർ ഡാർക്ക് സർക്കിൾസ്. പിന്നെ ഉണ്ടല്ലോ ഈ പിഗ്മെൻറ്റഡ് ഡാർക്ക് സർക്കിൾസ്, നിങ്ങളിപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്ത പോലെ ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാൽ ഇത് പോവില്ല, ഇത് അവിടെ തന്നെ ഉണ്ടാവും. പിന്നുള്ളതാണ് വെസ്കുലർ. സെക്കൻഡ് ടൈപ്പാണ് സെക്കൻഡ് ടൈപ്പാണ് വെസ്കുലർ ഡാർക്ക് സർക്കിൾസ്. ഇത് എന്താ വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ ഫേസ് ഇവിടുത്തെ സ്കിന്നും ഈ അണ്ടർ ഐയുടെ സ്കിന്നും തമ്മിൽ തിക്നെസ്സിൽ ഡിഫറൻസ് ഉണ്ട്. അണ്ടർ ഐയുടെ സ്കിന്ന് കുറച്ചുകൂടി തിന്നാണ്, അതുപോലെ തന്നെ ഇവിടെ ഫാറ്റ് കുറവാണ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ സ്കിന്നുണ്ടല്ലോ, ഇത് കുറച്ചുകൂടി സെൻസിറ്റീവുമാണ് കേട്ടോ. ഇവിടെയുള്ള സ്കിന്ന് കുറച്ചുകൂടി സെൻസിറ്റീവുമാണ്. സോ ഇവിടുത്തെ സ്കിന്നിനേക്കാൾ തിന്നാണ് ഇവിടുന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ സ്കിന്ന് കുറച്ചുകൂടി തിന്നായി വെച്ചോ. പല കാരണം കൊണ്ട് തിന്നാവും. ടോപ്പിക്കൽസ്, ട്രീറ്റ്മെൻറ്റ്സ്, അതുപോലെ തന്നെ നമ്മൾ എക്സസീവായിട്ട് നമ്മളിങ്ങനെ ഫോണൊക്കെ നോക്കുമ്പോൾ, സ്ക്രീനൊക്കെ നോക്കുമ്പോഴും ഒക്കെ തിന്നാവും. അങ്ങനെ തിന്നായിട്ടുണ്ടെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി തിന്നാണെങ്കിലും നിങ്ങൾക്ക് ഈ വെസ്കുലർ ഡാർക്ക് സർക്കിൾസ് വരും. അതായത് ഇതൊരു കാണാൻ ഒരു പിങ്ക്, ബ്ലൂ, പർപ്പിൾ അങ്ങനെ ഒരു കളറിലായിരിക്കും ഉണ്ടാവാൻ. ബിക്കോസ് നമ്മളെ വെയിൻസ് ഉണ്ടല്ലോ, അതാണ് ബ്ലഡ് വെസൽസ്. നമ്മൾ ബ്ലഡ് വെസൽസ് ആണ് കാണുന്നത്. ബ്ലഡ് വെസൽസ് തിൻ സ്കിന്നിലേക്ക് കൂടി വിസിബിൾ ആയതുകൊണ്ടാണ് അങ്ങനെ ഡാർക്ക് സർക്കിൾസ് ഉള്ളത്. ഓക്കെ. പിന്നെയുള്ളതാണ് സ്ട്രക്ചറൽ ഡാർക്ക് സർക്കിൾസ്. ഈ സ്ട്രക്ചറൽ ഡാർക്ക് സർക്കിൾസിൻ്റെ മെയിൻ റീസൺ എന്നുള്ളത് തന്നെ ഫേഷ്യൽ അനോട്ടമിയാണ്. അതായത് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുവാണെങ്കിൽ ഈ ഷാഡോ വരുമ്പോഴാണ് സ്ട്രക്ചറൽ ഡാർക്ക് സർക്കിൾസ്. ഇപ്പോൾ എൻ്റെ നോക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇത് എൻ്റെതാ, ഇവിടെ അധികം ഫാറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിങ്ങനെ ഞാൻ വലിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ കണ്ടോ, നോക്കിക്കേ കണ്ടോ, നേരത്തെ അത്ര ഡാർക്ക്നെസ് ഇപ്പം ഇല്ല. അതുപോലെ തന്നെ നല്ലോണം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് എന്തുമുണ്ട്, വെസ്കുലർ ഡാർക്ക് സർക്കിൾസും ഉണ്ട്, അതുപോലെ തന്നെ പിഗ്മെൻറ്റഡ് ഡാർക്ക് സർക്കിൾസും ഉണ്ട്. അതായത് ഡാർക്ക് സർക്കിൾസ് പിഗ്മെൻറ്റഡ് വരാം, വെസ്കുലർ വരാം, അതുപോലെ തന്നെ ഇത് സ്ട്രക്ചറൽ വരാം, അതുപോലെ തന്നെ ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളതും വരാം. ഇതെല്ലാം കൂടി മിക്സ് ആവണമെന്നൊന്നുമില്ല. മേ ബി പിഗ്മെൻറ്റഡും വെസ്കുലറും മാത്രം മിക്സ് ആവാം, പിഗ്മെൻറ്റഡും സ്ട്രക്ചറലും മാത്രം മിക്സ് ആവാം, വെസ്കുലറും സ്ട്രക്ചറലും മാത്രം മിക്സ് ആവാം, എങ്ങനെ വേണമെങ്കിലും മിക്സ് ആകാം. എനിക്ക് മൂന്നുമുണ്ട്, മൂന്നും കൊണ്ട് അനുഗ്രഹീതയാണ്. ഈ വെസ്കുലർ ഡാർക്ക് സർക്കിൾസ്
ഫെയർ സ്കിൻ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെ ഡാർക്ക് സർക്കിൾസ് കണ്ടെത്താമെന്ന് ചോദിച്ചാൽ, ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. സ്ട്രെച്ച് ചെയ്യുമ്പോൾ കണ്ടോ, എൻ്റെത് ഇപ്പോൾ നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. ഇപ്പോൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അത് കുറഞ്ഞു. ബട്ട് ഉണ്ട്, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവനായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്താണ്, സ്ട്രക്ചറൽ ഡാർക്ക് സർക്കിൾസ് ആണ്. ഇനി സ്ട്രെച്ച് ചെയ്യുമ്പോൾ കണ്ടോ, നിങ്ങളൊരു ബ്ലൂയിഷ് പിങ്ക് അതുപോലെ തന്നെ പേർപ്പിൾ കളറിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡ് വെസൽസ് കണ്ടോ, അതിൻ്റെ ബ്ലഡ് വെസൽസൊക്കെ നല്ല വിസിബിളാണ് ഗൈസ്. കണ്ടോ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും, വെസ്കുലർ ഡാർക്ക് സർക്കിൾസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾ പിടിച്ച് വലിക്കുമ്പോഴും ഇത് ഡിസപ്പിയർ ആയിട്ടില്ല, ബ്രൗൺ ബ്ലാക്ക് കളറിലൊക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ പിഗ്മെൻറ്റഡ് ഡാർക്ക് സർക്കിൾസ്. എനിക്ക് 3 അതുകൊണ്ടാണ് 3 കാണുന്നത്. ഓക്കെ, അത് നിങ്ങൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ ഡാർക്ക് സർക്കിൾസ് ഒന്നും അങ്ങനെ ഭയങ്കര പ്രശ്നമല്ല. ഡാർക്ക് സർക്കിൾസ് കോമൺ ആണോ ചോദിച്ചാൽ എക്സ്ട്രീംലി കോമൺ ആണ്. ഞാനുണ്ടല്ലോ ഈ ഡാർക്ക് സർക്കിൾസിൻ്റെ റിസർച്ച് എനിക്ക് ഓൾറെഡി അറിയാം, ബട്ട് എനിക്കിങ്ങനെ കുറച്ച് ഡീപ്പ് റിസർച്ച് വേണമെന്ന് വെച്ചിട്ട് ഞാൻ റിസർച്ച് ചെയ്യായിരുന്നു. അന്നേരം ഞാൻ ഇങ്ങനെ ആൾക്കാരെ കാണുമല്ലോ, അന്നേരം ഞാൻ നോക്കുമ്പോൾ എല്ലാവർക്കും ഡാർക്ക് സർക്കിൾസ്, ആർക്കില്ലാതില്ല. ഞാൻ കണ്ട എല്ലാവർക്കും ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. ചിലവർക്ക് സ്ട്രക്ചറൽ, ചിലവർക്ക് വെസ്കുലർ, ചിലവർക്ക് പിഗ്മെൻറ്റഡ്, ചിലർക്ക് ഇതിൻ്റെയൊക്കെ മിക്സ്, ചിലർക്ക് 3 ചിലർക്ക് 2 അതുകൊണ്ട് ഇതൊന്നും ഓർത്ത് നിങ്ങൾ വെറീഡ് ആവുകയേ വേണ്ട. പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട. റിയൽ ക്രിയേറ്റേഴ്സ്, അതായത് ജെന്യൂനായിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ക്രിയേറ്റേഴ്സ് കുറവാണ്. അങ്ങനെയുള്ളവരെ വിശ്വസിക്കുക. അങ്ങനെയുള്ളവരെയും കണ്ണടച്ച് വിശ്വസിക്കണം ഞാൻ പറയില്ല. നിങ്ങൾക്ക് നിങ്ങൾ എന്നെ വിശ്വസിക്കണം ഞാൻ പറയില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിശ്വസിക്കാം, വേണ്ടാന്നുണ്ടെങ്കിൽ വിശ്വസിക്കണ്ട. നമുക്ക് ട്രീറ്റ്മെൻറ്റ്സിലേക്ക് വരാം. ഫസ്റ്റ് ടൈപ്പ് ഇത് പിഗ്മെൻറ്റഡ് ഡാർക്ക് സർക്കിൾസ് ആണ്. സോ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പറയാം. ഇത് എക്സസ് മെലാനിൻ ഉള്ളതുകൊണ്ടാണ് വന്നിട്ടുള്ളത്. എക്സസ് മെലാനിനാണ് ഇതിൻ്റെ റീസൺ. അപ്പോൾ നമ്മൾ ഈ മെലാനിൻ പ്രൊഡക്ഷനെ കുറയ്ക്കുകയും വേണം. അതുപോലെ തന്നെ വേറെ വരാനും പാടില്ല, വേറെ പിഗ്മെൻറ്റേഷൻ വരാനും പാടില്ല. സോ ഫസ്റ്റ് സ്റ്റെപ്പ് സൺസ്ക്രീൻ. സൺ എക്സ്പോഷർ ഇതിൻ്റെ ഒരു മെയിൻ റീസൺ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ സൺസ്ക്രീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ അകത്തിരിക്കുമ്പോൾ സൺസ്ക്രീൻ ഇടണം ഒന്നും ഞാൻ പറയില്ല. നമ്മൾ സൺസ്ക്രീനിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ, നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ സൺസ്ക്രീൻ ഇടണോ, പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ഇടണോ, മഴയത്തിടണോ, വെയിലത്തിടണോ, എപ്പോഴിടണം എപ്പോഴിടണ്ട എന്നൊക്കെ ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും കേട്ടോ. കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ സൺസ്ക്രീനാണ് മെയിൻ. പിന്നെ നിങ്ങൾക്ക് വൈറ്റമിൻ സി, കോജിക് ആസിഡ്, പിന്നെ നയാസിനമൈഡ്, റെറ്റിനോയിഡ്സ്, അസീലിക് ആസിഡ് ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഉള്ള അണ്ടർ ഐ ക്രീംസ് യൂസ് ചെയ്യാം. ഞാൻ സജഷൻസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് പിഗ്മെൻറ്റഡ് ഡാർക്ക് സർക്കിൾസിനുള്ള സജഷനാണ് കേട്ടോ ഇപ്പോൾ പറയുന്നുള്ളത്. ഒന്ന് മിനിമലിസ്റ്റിൻ്റെ വൈറ്റമിൻ കെ ആൻഡ് റെറ്റിനാലിൻ്റെ ആ ഒരു അണ്ടർ ഐ ജെൽ, പിന്നെ ഡോട്ട് ആൻഡ് കീയുടെ അണ്ടർ ഐ ജെൽ, പിന്നെ ബ്യൂട്ടി ഓഫ് ജോയ്സിൻ്റെ ഐ ക്രീം. വാസ്കുലർ ഡാർക്ക് സർക്കിൾസ് ട്രീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് റെറ്റിനോയിഡ്സ്, വൈറ്റമിൻ സി, കഫീൻ നമ്മൾ പൊതുവേ ഇങ്ങനത്തെ നിങ്ങൾ ഗ്രീൻ ടീ പാക്ക്, അതുപോലെ തന്നെ കോഫി അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് ഈ വാസ്കുലർ ഡാർക്ക് സർക്കിൾസിനാണ് വർക്ക് ആവാൻ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൾഡ് കംപ്രഷൻ കൊടുക്കാം. മറ്റേ ഒരു ഗുളുഗുളു സാധനം ഉണ്ടായിരുന്നല്ലോ, ഒരു ക്ലിയർ ആയിട്ടുള്ള ബോൾ, അതിൻ്റെ ഉള്ളിൽ വെള്ളമാണോ വേറെന്തോ വേണം, ഞാനത് വാങ്ങിക്കില്ല. കുറേ ഇൻഫ്ലുവൻസേഴ്സ് കുറേ കോണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടോ ഗുളുഗുളു സാധനം കണ്ണിലിങ്ങനെ വെക്കുന്നത് റൗണ്ടായിട്ട്. ആ സാധനം തന്നെ വേണമെന്നില്ല, കോൾഡ് കംപ്രഷൻ കൊടുക്കാം. ആ സാധനം തന്നെ വെച്ച് കൊടുക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആ സാധനം എനിക്ക് പെട്ടെന്ന് ആ സാധനമാണ് ഓർമ്മ വന്നത്, ഗുളുഗുളു സാധനം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലേസേഴ്സും വേണമെങ്കിൽ ചെയ്യാം, വെസ്കുലർ ലേസേഴ്സും ചെയ്യാം. അത് ബട്ട് നല്ലൊരു കോസ്മെറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് മാത്രം, നല്ലൊരു കോസ്മെറ്റോളജിസ്റ്റിനെ. ഓക്കെ. പിന്നെയുള്ളതാണ് സ്ട്രക്ചറൽ ഡാർക്ക് സർക്കിൾസ്. ഈ സ്ട്രക്ചറൽ ഡാർക്ക് സർക്കിൾസ് ഇങ്ങനെ ടോപ്പിക്കൽസ് കൊണ്ട് മാറില്ല. ഓക്കെ, അതിന് നിങ്ങളിങ്ങനെ ട്രീറ്റ്മെൻറ്റ്സ് തന്നെ എടുക്കണം.
ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് തന്നെ എടുക്കണം. ഡെർമ ഫില്ലേഴ്സ്, ഫാറ്റ് ഗ്രാഫ്റ്റിംഗ്, ലോവർ ഐലിഡ് സർജറി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്തോളൂ, വേണ്ടാന്നുണ്ടെങ്കിൽ എടുക്കണ്ട. പിന്നെ ഡാർക്ക് സർക്കിൾസ് ട്രീറ്റ് ചെയ്യണോ ചോദിച്ചാൽ വേണമെങ്കിൽ ചെയ്തോളൂ, വേണ്ടെങ്കിൽ വേണ്ട. അതായത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ എന്തായാലും ഡാർക്ക് സർക്കിൾസിനെ ട്രീറ്റ് ചെയ്യണം, നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. നോ, ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്യൂട്ടിഫുൾ അല്ല, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാം. അതായത് നിങ്ങളോട് എന്തായാലും ട്രീറ്റ് ചെയ്യണം അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഹോം റെമഡീസ് വേണം, പറഞ്ഞുതരാം, വരൂ. ഫസ്റ്റ് വൺ, ഈ കോൾഡ് കംപ്രഷൻ. അത് വർക്ക് ആവാൻ വെസ്കുലർ ഡാർക്ക് സർക്കിൾസിനാണ്, അതായത് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡാർക്ക് സർക്കിൾസ്, ബ്ലഡ് വെസൽസിൻ്റെ. പിന്നെയുള്ളതാണ് ഈ കോഫി, ഗ്രീൻ ടീ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വർക്ക് ആവാൻ വെസ്കുലർ ഡാർക്ക് സർക്കിൾസിനാണ്. പിന്നെയുള്ളതാണ് സ്ലീപ്പ്, ഉറങ്ങും. പിന്നെ അതുപോലെ തന്നെ അലർജീസ് മാനേജ് ചെയ്യുക, ഒരു ഹെൽത്തി ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കുക്കുംബർ സ്ലൈസസ്, ടീ ബാഗ്സ്. ഈ ടീ ബാഗ്സും വർക്ക് ആവാൻ വെസ്കുലർ ഡാർക്ക് സർക്കിൾസിനാണ്. ബാക്കിയുള്ളവർക്ക് വർക്ക് ആവില്ല എന്നല്ല, ബട്ട് കുറച്ചുകൂടി നന്നായിട്ട് വർക്ക് ആവാൻ ഇത് മെയിനായിട്ട് വേണ്ടത് വെസ്കുലർ ഡാർക്ക് സർക്കിൾസിന് തന്നെയാണ്. മറ്റേത് ചിലപ്പം വർക്ക് ആവുമായിരിക്കും. നമ്മളെല്ലാവരും സ്കിന്ന് ഭയങ്കര യുണീക്കാണ്, ഡിഫറെൻ്റ് ആണ്. സോ എനിക്ക് വർക്ക് ആവുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് ആവണമെന്നില്ല. പിന്നെ നിങ്ങൾ ഒരിക്കലും ഈ ഹോം റെമഡീസ് ലൈക്ക് കുക്കുംബർ, ടീ ബാഗ്സ്, കോഫി, ഇതൊക്കെ മറ്റേ പ്രൊഡക്ട്സ് തരുന്ന റിസൾട്ട് പോലെ റിസൾട്ട് തരും എന്ന് വിചാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഹോം റെമഡീസിൻ്റെ റിസൾട്ട് സ്ലോവർ ആയിരിക്കും, പക്ഷെ അത് കുറച്ചുകൂടി നിൽക്കും. പ്രൊഡക്ട്സിൻ്റെ റിസൾട്ട് വേഗം നിങ്ങൾ യൂസ് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്താൽ വേഗം പോകുന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം കുറേ പേർ ഹോം റെമഡീസിന് എതിരാണ്. ഞാനങ്ങനെ എതിരൊന്നുമല്ല, ബട്ട് ഞാൻ ഓവറായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഓവറായിട്ട് പ്രൊഡക്ട്സിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല, ഹോം റെമഡീസിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. എനിക്കിതിൻ്റെ ഒരു ബാലൻസ് ഉണ്ട്, എല്ലാത്തിനും ഒരു ബാലൻസ് വേണം എന്നുള്ള ഒരു ഇതുള്ള ആളാണ് ഞാൻ. അയ്യോ, ഞാൻ നിങ്ങൾക്ക് വെസ്കുലറിൻ്റെ ഐ ക്രീംസ് പറഞ്ഞു തന്നിട്ടില്ല അല്ല, ഞാൻ നേരെ സ്ട്രക്ചറിലേക്ക് പോയല്ലേ, സോറി. ഓക്കെ, ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു സാധനം, ഈ ഒരു ഐ ക്രീം, അതുപോലെ തന്നെ എംകഫയുടെ, പിന്നെ ഡെർമാക്കോയുടെ സ്നെയിൽ പെപ്റ്റൈഡ്, പിന്നെ ഒന്നുകൂടി ഉണ്ടല്ലോ, കെമിസ്റ്റർ പ്ലേയുടെ ഐ ക്രീം. ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസ് വരും, ഉറക്കം കുറവാണെങ്കിൽ ഡാർക്ക് സർക്കിൾസ് വരും. ഉറങ്ങാത്തതുകൊണ്ടാണ് ഡാർക്ക് സർക്കിൾസ് വരുന്നത്, ഉറങ്ങാത്തതുകൊണ്ട് മാത്രമല്ല ഡാർക്ക് സർക്കിൾസ് വരുന്നത്. പക്ഷേങ്കിൽ ഉറക്കം ഡയറക്റ്റ്ലി ഡാർക്ക് സർക്കിൾസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ പറഞ്ഞുതരാം. നിങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ്ലി എക്സസ് മെലാനിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേങ്കിൽ ഇത് ബ്ലഡ് വെസൽസിനെ കുറച്ചുകൂടി നന്നായിട്ട് കാണിക്കും. അതുപോലെ തന്നെ അണ്ടർ ഐ പഫ്നെസ് കൂട്ടും. അതുപോലെ തന്നെ കുറച്ചുകൂടി പെയിലറായിട്ടുള്ള സ്കിൻ ആക്കും. അപ്പോൾ ഈ ബ്ലഡ് വെസൽസ് എന്താകും, കുറച്ചുകൂടി വിസിബിൾ ആവാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ടയേർഡായിരിക്കും. ഈ ഓൾറെഡി ഡാർക്ക് സർക്കിൾസ് വരുമ്പോൾ കുറച്ച് ടയേർഡാവും, അതിൻ്റെ കൂടെ ഉറങ്ങിയിട്ടും കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ടയേർഡാവും. പിന്നെ അതുപോലെ തന്നെ ഉറക്കം ഈ ബ്ലഡ് വെസൽസിനെ കുറച്ചുകൂടി പ്രോമിനൻ്റ് ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് തന്നെയും, അതുപോലെ തന്നെ നമ്മളെ പെയിലറാക്കുന്നതുകൊണ്ട് തന്നെയും ഈ വെസ്കുലർ ഡാർക്ക് സർക്കിൾസ് കൂടും. ഓക്കെ, ഇനി നിങ്ങളെ സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്താൽ ഈ ഡാർക്ക് സർക്കിൾസിൻ്റെ അപ്പിയറൻസ് ഒന്ന് റെഡ്യൂസ് ആവും. പിന്നെ നിങ്ങൾ സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്താൽ ഡാർക്ക് സർക്കിൾസ് പോകുമോ ചോദിച്ചാൽ, സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്താൽ ഡാർക്ക് സർക്കിൾസിൻ്റെ അപ്പിയറൻസ് റെഡ്യൂസ് ആവും. എല്ലാവർക്കും അല്ല, ചിലവർക്ക്, എസ്പെഷ്യലി വെസ്കുലർ റെഡ്യൂസ് ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് എല്ലാവർക്കും ഇത് വർക്ക് ആവുമോ? നോ. ഇനി നമുക്ക് കുറച്ച് മിത്സും കൂടി ക്ലിയർ ചെയ്യാം. ഡാർക്ക് സർക്കിൾസ് ആർ ഓൾവേസ് കോസ്ഡ് ബൈ ലാക്ക് ഓഫ് സ്ലീപ്പ്. അത് നമ്മൾ ഓൾറെഡി ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഡ്രിങ്കിങ് മോർ വാട്ടർ വിൽ റിമൂവ് ഡാർക്ക് സർക്കിൾസ്. നിങ്ങൾ ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ അത് നമ്മളെ അപ്പിയറൻസിനെ കുറച്ചൊന്ന് ബാധിക്കും. വെൽ ഹൈഡ്രേറ്റഡ് ആണെങ്കിൽ അപ്പിയറൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. അല്ലാതെ ഡീഹൈഡ്രേഷൻ അല്ല ഒരു മെയിൻ കോസായിട്ട് ഡീഹൈഡ്രേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എവറി ഐ ക്രീം ക്യാൻ റിമൂവ് ഡാർക്ക് സർക്കിൾസ്. നോ. നിങ്ങൾക്ക് ഇപ്പം എനിക്ക് 3 ടൈപ്പ് ഓഫ് ഡാർക്ക് സർക്കിൾസും ഉണ്ട്. ഇത് ഒറ്റ ഐ ക്രീം കൊണ്ട് പോയി ചോദിച്ചാൽ നോ. സ്ട്രക്ചറൽ ഡാർക്ക് സർക്കിൾസിന് ഈ ഐ ക്രീം, ടോപ്പിക്കൽസ്, ഹോം റെമഡീസ്, കോൾഡ് കംപ്രഷൻ ഇതൊന്നും പോരാ.
സ്ലീപ്പ് ഇതൊന്നും പോരാ. ഫേഷ്യൽ അനാട്ടമിയുടെ പ്രശ്നമാണ്. അപ്പോൾ അതിനെന്താക്കണം വേണ്ടി വരും? ഞാൻ ഡെർമാ ഫില്ലേഴ്സോ അല്ലെങ്കിൽ ഫാറ്റ് ഗ്രാഫ്റ്റിങ്ങോ സർജറീസോ ഒക്കെ ചെയ്യേണ്ടി വരും. ഏതെങ്കിലും ഒന്ന് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഈ വെസ്കുലറിന് ഒന്നിൽ ലേസർ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ കഫീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അടങ്ങിയ കഫീൻ, വൈറ്റമിൻ സി അങ്ങനത്തെ ഒക്കെ അടങ്ങിയ ഇത് യൂസ് ചെയ്യാം, ഐ ക്രീം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി പിഗ്മെൻറ്റഡിലേക്ക് വരുവാണെങ്കിൽ കോജിക് ആസിഡ്, അസിലിക് ആസിഡ്, ഡയാസിനമൈഡ്, വൈറ്റമിൻ സി ഇതൊക്കെയുള്ള ഐ ക്രീം യൂസ് ചെയ്യാം. സോ ഒരു പ്രൊഡക്റ്റ് എല്ലാ ഡാർക്ക് സർക്കിൾസിനും വർക്ക് ആവില്ല. ഈ ഡോട്ട് ആൻഡ് കീടത് രണ്ടിനും വർക്ക് ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കുക്കുംബർ പെർമനൻ്റ്ലി റിമൂവ് ഡാർക്ക് സർക്കിൾസ്. അതങ്ങനെ ഒരു കൂളിംഗ്, ടെമ്പററി ആയിട്ടൊരു കൂളിംഗ് എഫക്റ്റ് തരും. അതായത് നിങ്ങൾക്ക് വെസ്കുലർ ഡാർക്ക് സർക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കൂളിംഗ്, ആ ഒരു കോൾഡ് കംപ്രഷൻ എഫക്റ്റ് ആണല്ലോ. ഈ കൂളിങ്ങും സെൻസേഷൻ ആയതുകൊണ്ട് തന്നെ അത് ഹെൽപ്പ് ചെയ്യും, ബട്ട് അങ്ങനെ റിമൂവ് ചെയ്യൂല. കുറച്ച് ട്രീറ്റ്മെൻറ്റ് മിസ്റ്റേക്സും കൂടി ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. എക്സ്പെക്റ്റിംഗ് റിസൾട്ട്സ് ഇൻ 1 week. നല്ല ടൈം എടുക്കും. അത്രയും ടൈമും പേഷ്യൻസും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ സ്കിൻ കെയർ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ യൂസിങ് ഹാർഷ് ആസിഡ്സ് നിയർ ദ ഐസ് വിത്തൗട്ട് ഗൈഡൻസ്. നിങ്ങളോട് ഒരു ആസിഡും അല്ലെങ്കിൽ ഒരു സിറവും ഞാനിങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. സിറമൊന്നും യൂസ് ചെയ്യണം. നിങ്ങളിങ്ങനെ ഐ ക്രീംസ് നല്ലത്, ജെൻറ്റിലായിട്ടുള്ളത് ബട്ട് എഫക്റ്റീവ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. ഞങ്ങൾക്ക് സിംപ്ലി ഞാൻ പറഞ്ഞു തരുവാണെങ്കിൽ പിഗ്മെൻറ്റഡ് ഡാർക്ക് സർക്കിൾസിന് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? പിന്നെ എക്സ്ഫോലിയേറ്റിംഗ്, ആ ഒരു മെലാനിൻ നമുക്ക് പോക്കുകയാണ് വേണ്ടത്. സോ എക്സ്ഫോലിയേറ്റിംഗ്, എക്സസ് മെലാനിന് എക്സ്ഫോലിയേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉള്ളത് യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ അപ്ലൈയിങ് സ്ട്രോങ് പ്രൊഡക്ട്സ് ടു ക്ലോസ് ടു ദ ലാഷ് ലൈൻ, ഡോണ്ട് ഡു ദാറ്റ്. ഇഗ്നോറിങ് സൺസ്ക്രീൻ, അതും ചെയ്യാൻ പാടില്ല. ബൈങ് എക്സ്പെൻസീവ് ഐ ക്രീംസ് വിതൗട്ട് നോയിങ് ദി കോസ്. എന്താ അങ്ങനെ വാങ്ങിച്ചാൽ പറ്റുക പൈസ പോകുന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഈ വീഡിയോ മൊത്തം ഇരുന്ന് കാണുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഏതാണ് ഡാർക്ക് സർക്കിൾസ്, എന്തുകൊണ്ട് വന്നു, ഇതൊക്കെ തീരുമാനിച്ചിട്ട് വാങ്ങുക. ഓക്കെ. പിന്നെ ട്രീറ്റിംഗ് സ്ട്രക്ചറൽ ഷാഡോസ് വിത്ത് ബ്രൈറ്റനിങ് ക്രീംസ് അലോൺ. അതായത് സ്ട്രക്ചറൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് മെയിനായിട്ടുള്ളത് അതിനെ ഈ ബ്രൈറ്റനിങ് ക്രീംസ് മാത്രം ഇട്ടെന്ന് വെച്ചിട്ട് അത് പോകില്ല എന്ന്. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങളുടെ ഫേസ് എന്നുള്ളത് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഫിൽറ്റേർഡ് അങ്ങനെയൊന്നും നിൽക്കണം എന്നൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഫിസിക്കലി ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ അവർ ഇൻസെക്യൂർ ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇങ്ങനെ അത്ര ഫിസിക്കലി അട്രാക്റ്റീവ് ഒന്നും അല്ലെങ്കിലും ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിൽ ഫിറ്റിനൊന്നും ചെയ്യുന്നില്ലെങ്കിലും അങ്ങനെ കോൺഫിഡൻസ് ക്യാരി ചെയ്യുന്ന ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ക്യാരി ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ അവരുടെ ഡാർക്ക് സർക്കിൾസ് നോട്ടീസ് പോലും ചെയ്യത്തില്ല, ബിക്കോസ് ദാറ്റ്സ് ഹൗ ദേ ക്യാരി ദംസെൽവ്സ്. സോ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഓർത്ത് ഭയങ്കര വറീഡൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇത് ഭയങ്കര വലിയ സംഭവമൊന്നും അല്ല, നാച്ചുറലി ഉണ്ടാവുന്ന ഒരു സാധനം, കോമൺ ആണിത്. ഇത് ട്രീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ ട്രീറ്റ് ഒന്നും ചെയ്യാറില്ല. നിങ്ങൾക്ക് റിവ്യൂ പറഞ്ഞു തരാനായിട്ട് ഞാൻ പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്യാറുണ്ട് എന്നല്ലാതെ ഞാൻ ട്രീറ്റ് ഒന്നും ചെയ്യാറില്ല. പിന്നെ ഇതിനകത്ത് പറഞ്ഞ എല്ലാ പ്രോഡക്ട്സും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ചിലതൊക്കെ ഞാൻ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റും ബാക്കിയുള്ളവരുടെ റിവ്യൂ ഒക്കെ എടുത്തിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ. സോ പിന്നെ എന്ത് യൂസ് ചെയ്യുമ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്യണേ മക്കളെ, നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ്. പിന്നെ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ലേബലും കൂടി ഒന്ന് വായിക്കുക. ലവ്, ടേക്ക് കെയർ ഓഫ് യുവർ സ്കിൻ ബിക്കോസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ്, നോട്ട് ബിക്കോസ് യു ആർ ട്രൈങ് ടു ഏൺ യുവർ വർത്ത്. I will see you soon, love. Take care, okay?